പിന്നെ വരി, ഇപ്പൊ തൽക്കാലം പൊയ്ക്കോളി എന്നാണ് അവർ പറയുന്നതെങ്കിൽ മടങ്ങിപ്പോയിക്കോളൂ എന്നാണ് നിങ്ങളോട് പറയപ്പെടുന്നതെങ്കിൽ നിങ്ങൾ മടങ്ങിപ്പോരണം. അത് പറയാനുള്ള റൈറ്റ്, അതിന്റെ അവകാശം വീട്ടുകാരന്. കാരണം അപ്പൊ നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയ അവസ്ഥയിൽ ആയിക്കോളുന്നില്ല അയാള്. ഇപ്പോ കുറച്ചൊരു മാന്യരായ ആളുകളോ സമൂഹത്തിൽ സ്റ്റാറ്റസ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ വീട്ടിൽ അങ്ങനെ കയറി ചെല്ലൂല്ലോ. നേരത്തെ ടെലിഫോൺ ചെയ്തിട്ട് അപ്പോയിന്റ്മെന്റ് വാങ്ങും. എന്താ അതിന്റെ കാരണം? ജോലി തിരക്കുള്ള ആളുകൾ, പല പ്രശ്നങ്ങളുള്ള ആളുകൾ, സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്ന ആളുകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരുപാട് ബാധ്യതകളും ഉത്തരവാദിത്തമുള്ള ആളുകൾ, അവർക്കൊക്കെ അവരുടെ ടൈമുകൾ വളരെ വിലപ്പെട്ടതായിരിക്കും. ആ സമയം അവർക്ക് വളരെ പ്രധാനപ്പെട്ടതോ അല്ലെങ്കിൽ പ്രതിസന്ധികളുള്ളതായിരിക്കും. നിങ്ങൾ കൂളായിട്ട് കയറി ചെന്നാൽ അവർക്ക് നിങ്ങളോട് സംസാരിക്കോ ഒഴിവിട്ടിക്കൊള്ളുന്നില്ല. അവർ വേറെന്തെങ്കിലും ശുഗലുകളിലായിരിക്കും. ചിലപ്പോൾ വല്ല കേസോ കുലുമാലോ ഉണ്ടാവും, ചിലപ്പോൾ തിരക്ക് പിടിച്ച ജോലികളായിരിക്കും. അങ്ങനത്തെ അവസ്ഥയിൽ നിങ്ങളങ്ങ് കയറി ചെന്നാൽ അവരുടെ ജോലി തടസ്സപ്പെട്ടേക്കും. അല്ലെങ്കിൽ ടെൻഷനുള്ള സമയത്താണെങ്കിൽ നിങ്ങളുമായിട്ട് ശരിക്ക് സംവദിക്കാനോ നിങ്ങൾ സ്വീകരിക്കാനോ അവർക്ക് സാധിച്ചില്ല എന്ന് വന്നേക്കും. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളുണ്ടാവും. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മളാണ്ടിക്ക് ചെല്ല, അവൻ സമ്മതം തന്നിട്ടില്ല അല്ലെങ്കിൽ കയറിയിരിക്കാൻ പറഞ്ഞില്ലെങ്കിൽ എന്താ അങ്ങനെ ഒരു പൊരിയിൽ ചെന്നിട്ട് ഇങ്ങനെ മര്യാദ ഇല്ലാതെ എന്നൊക്കെ നമ്മൾക്ക് തോന്നും. അങ്ങനെ തോന്നേണ്ട കാര്യമൊന്നുമില്ല. ആളുകൾക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. നമ്മുടെ അടുത്താണ് കുറ്റം. ഒന്നുകിൽ നേരത്തെ വിളിച്ചിട്ട് അയാളോട് അപ്പോയിന്റ്മെന്റ് വാങ്ങണം. ഞാൻ ഇന്ന ടൈമിൽ വരാം, സമ്മതാണോ? അപ്പൊ അയാൾ പറയും അപ്പൊ പറ്റൂല, നിങ്ങൾ ഇന്ന ടൈമിൽ വരീന്ന് പറയും. എന്നാൽ ആ ടൈമിൽ ചെന്നാൽ മതി, എന്നാ പിന്നെ പ്രശ്നമില്ലല്ലോ. അല്ലാതെ നിങ്ങൾ ചെന്നാൽ ചിലപ്പോൾ അയാൾ എന്തെങ്കിലും തിരക്കുള്ള സമയമാണെങ്കിൽ നിങ്ങളോട് പറയും ഇപ്പൊ കാണാൻ പറ്റൂല, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് വരൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്തോഷത്തോടു കൂടി മടങ്ങി പോന്നാൽ മതി. അയാൾ എന്താ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അയാളെ കുറ്റപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം മനുഷ്യന് പല ആവശ്യങ്ങളും പല ഘട്ടങ്ങളും പല സാഹചര്യങ്ങളും ഉണ്ടാകുമെന്ന് നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. പോയിട്ട് നിങ്ങൾ നീരസത്തോടെ തിരിച്ചു വരാനുള്ള ഇടവരുത്തരുത് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതിനാൽ നിങ്ങളോട് മടങ്ങിപ്പോകണം എന്ന് വീട്ടുകാരൻ പറഞ്ഞാൽ ഫർജഊ, നിങ്ങൾ മടങ്ങിപ്പോരണം. ഹുവ അസ്കാ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത്. വല്ലാഹു ബിമാ തഅമലൂന അലീം, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹു തആല നന്നായി അറിയുന്നവനാകുന്നു. ലൈസ അലൈക്കും ജുനാഹുൻ അൻ തദ്ഖുലൂ ബുയൂതൻ ഗൈറ മസ്കൂനത്തിൻ ഫീഹാ മതാഉൻ ലക്കും വല്ലാഹു യഅലമു മാ തുബ്ദൂന വമാ തക്തുമൂൻ. ലൈസ അലൈക്കും ജുനാഹുൻ അൻ തദ്ഖുലൂ ബുയൂതാ ഗൈറ മസ്കൂന, ലൈസ ലക്കും ജുനാഹുൻ, നിങ്ങൾക്ക് കുറ്റമില്ല. അൻ തദ്ഖുലൂ, നിങ്ങൾ കടന്നു ചെല്ലുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. ബുയൂതൻ ഗൈറ മസ്കൂന, താമസമില്ലാത്ത വീടുകളിലേക്ക്, അതായത് അന്യ ആളുകൾ താമസിക്കുന്നതല്ലാത്ത വീടുകളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുന്നതിന് നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല. സത്രങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഹോട്ടലുകൾ ഉണ്ടാവും. അതൊന്നും ഇപ്പൊ വേറെ ആൾ താമസിക്കുന്നതല്ലല്ലോ. അപ്പൊ ഒന്നുകിൽ നിങ്ങളുടെ തന്നെ റൂമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വാടകയ്ക്കെടുത്ത സത്രമായിരിക്കും, അല്ലെങ്കിൽ ഹോട്ടൽ മുറിയായിരിക്കും. അങ്ങനത്തെ സ്ഥലങ്ങൾ അത് മറ്റൊരാളുടെ താമസ സ്ഥലമല്ല എങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. അതിന് സമ്മതം ചോദിക്കാനൊന്നുമില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ കടന്നു ചെല്ലേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ ഫീഹാ മതാഉൻ ലക്കും, അവിടെ നിങ്ങളുടെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാവും, നിങ്ങളുടെ ബാഗ് ഉണ്ടാവും, നിങ്ങളുടെ വല്ല ചരക്കോടെ വെച്ച് മറന്നുപോയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള റൂമുകൾ മറ്റുള്ള ആളുകൾ താമസിക്കുന്നതല്ല എങ്കിൽ അവിടേക്ക് നിങ്ങൾ കടന്നു ചെല്ലുന്നതിൽ വിരോധമില്ല. ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സമ്മതമാണെന്ന് പറഞ്ഞതോടുകൂടി ഇനി ഏത് റൂം കിടക്കുമ്പോഴും അങ്ങനെ സമ്മതം വാങ്ങണോ എന്ന് സംശയിക്കണ്ട എന്ന് കരുതിയിട്ടാണ് അല്ലാഹു തആല പറയുന്നത്. സത്രങ്ങൾ പോലുള്ള ഹോട്ടൽ റൂമുകൾ പോലുള്ള മറ്റുള്ളവർ സ്ഥിരതാമസിക്കുന്നതല്ലാത്ത റൂമുകളിലേക്ക് ചിലപ്പോൾ നിങ്ങളുടെ സാധനം വെച്ച് മറന്നുപോരുകയോ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കാൻ വാടക കൊടുക്കുകയോ ചെയ്ത വീടുകളാണെങ്കിൽ അവിടേക്ക് കടന്നു ചെല്ലുന്നതിൽ നിങ്ങൾ ഈ പറഞ്ഞ സലാം പറയലോ അല്ലെങ്കിൽ അവരുടെ സമ്മതം വാങ്ങലോ ഒന്നും ബാധകമല്ല. വല്ലാഹു യഅലമു മാ തുബ്ദൂന വമാ തക്തുമൂൻ, നിങ്ങൾ വെളിപ്പെടുത്തുന്നതും നിങ്ങൾ മറച്ചു വെക്കുന്നതും എല്ലാം അല്ലാഹു അറിയുന്നവനാണ്. അതിനാൽ ഏതൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നു, ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പോകുന്നു, എന്തൊരാവശ്യത്തിന് നിങ്ങൾ വേണ്ടി നിങ്ങൾ പോകുന്നു, അത് നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ വികാരങ്ങളും അല്ലാഹു തആല അറിയുന്നവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി
قل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم ذلك أزكى لهم إن الله خبير بما يصنعون وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن إلا ما ظهر منها وَلْيَضْرِبْنَ بِخُمُرِهِنَّ عَلَى جُيُوبِهِنَّ وَلَا يُبْدِينَ زِينَتَهُنَّ إِلَّا لِبُعُولَتِهِنَّ أَوْ آبَائِهِنَّ أَوْ آبَاءِ بُعُولَتِهِنَّ أَوْ أَبْنَاءِ بُعُولَتِهِنَّ أَوْ إِخْوَانِهِنَّ أَوْ بَنِي إِخْوَانِهِنَّ أو بني أخواتهن أو نسائهن أو ما ملكت أيمانهن أو التابعين غير أولي الإربة من الرجال أو الطفل الذين لم يظهروا على عورات النساء ولا يضربن بأرجلهن ليعلم ما يخفين من زينتهن وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. അല്ലാഹു തആല പറയുകയാണ് ഖുൽ ലിൽ മുഅ്മിനീൻ, റസൂലേ തങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഖുൽ അങ്ങ് പറഞ്ഞു കൊടുക്കണം, ലിൽ മുഅ്മിനീൻ സത്യവിശ്വാസികളായ പുരുഷന്മാരോട്, യഗ്ളൂ മിൻ അബ്സാരിഹിം അവരുടെ കണ്ണുകളെ അവർ ചുമ്മിക്കളയട്ടെ, വയഹ്ഫളൂ ഫുറൂജഹും അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ അവർ സൂക്ഷിക്കട്ടെ, ദാലിക അസ്കാ ലഹും അതാണ് അവർക്ക് അവ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത്, ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ നിശ്ചയമായും അല്ലാഹു തആല നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നന്നായി അറിയുന്നവനാണ്. ഇനി സ്ത്രീകളോട് ഇതേ ആശയം അല്ലാഹു തആല സ്ത്രീകളോടും പറയണം. പുരുഷന്മാരോട് പറഞ്ഞു, നബിയെ തങ്ങൾ പറയണം ലിൽ മുഅ്മിനീന മുഅ്മിനീങ്ങളോട്, അതായത് പുരുഷന്മാരോട്, യഗ്ളൂ മിൻ അബ്സാരിഹിം അവരുടെ കണ്ണ് ചുംബാൻ, അതായത് കുറ്റകരമായ ഹറാമായ ശ്രദ്ധയോടെയുള്ള നോട്ടം അവർ ഒഴിവാക്കാൻ. ചിലപ്പോൾ യാദൃശ്ചികമായിട്ട് സ്ത്രീയെ ഒരു പെണ്ണിനെ കണ്ടുപോകും, അല്ലെങ്കിൽ ചിലപ്പോൾ അനിവാര്യമായ ഒരു ആവശ്യത്തിന് ഒരു സ്ത്രീയെ കണ്ടുപോകും. അതല്ലാത്ത വിധം അശ്രദ്ധമായിട്ടുള്ള അലസമായിട്ടുള്ള ആ നോട്ടവും കുറ്റകരമായ രീതിയിലുള്ള നോട്ടവും ഉപേക്ഷിക്കാൻ റസൂലെ തങ്ങൾ അവരോട് പറയണം, അവർ കണ്ണു ചിമ്മിക്കൊള്ളട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല തങ്ങളോട് പറഞ്ഞു, അലി, ഒരു നോട്ടം നിനക്ക് അനുവദനീയമാണ്, പക്ഷേ രണ്ടാമത് നീ നിന്റെ കണ്ണ് എടുത്തു കളയണം. ചിലപ്പോൾ ആളെ തിരിച്ചറിയാൻ, അല്ലെങ്കിൽ ഒരു അനിവാര്യമായ ആവശ്യത്തിന്, അല്ലെങ്കിൽ യാദൃശ്ചികമായി ചിലപ്പോൾ നോക്കിപ്പോകേണ്ടി വരും. അതിനപ്പുറം നിങ്ങൾ നോക്കരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ മറച്ചു വെക്കണം. അങ്ങനെ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കണ്ണുകളെ പിൻവലിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഇബാദത്തിന്റെ മാധുര്യമുണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേ ആശയം അല്ലാഹു തആല സ്ത്രീകളോടും പറയണം. വഖുൽ റസൂലേ തങ്ങൾ പറയണം ലിൽ മുഅ്മിനാത്ത് മുഅ്മിനാത്തുകളായ സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് തങ്ങൾ പറയണം, റസൂലേ, യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന അവരുടെ കണ്ണുകളെയും അവർ ചുമ്മിക്കളയട്ടെ, വയഹ്ഫളന ഫുറൂജഹുന്ന അവരുടെയും ഗുഹ്യാവയവങ്ങളെ അവർ സൂക്ഷിക്കട്ടെ, വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ അവരുടെ ശരീരത്തിന്റെ സൗന്ദര്യത്തിനെ സാധാരണഗതിയിൽ പ്രത്യക്ഷപ്പെടുന്ന ഭാഗമല്ലാതെ അവർ പ്രത്യക്ഷപ്പെടുത്താൻ പാടില്ല. വൽയദ്രിബന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിൻ വൽയദ്രിബന ബിഖുമുരിഹിന്ന അവരുടെ മക്കനകളെ അവർ താഴ്ത്തിയിടട്ടെ, അലാ ജുയൂബിഹിന്ന അവരുടെ മാറിടങ്ങളിലൂടെ. പരിശുദ്ധ ഖുർആൻ നേർക്ക് നേരെ പെണ്ണുങ്ങളോട് പറഞ്ഞതാണത്. റസൂലേ തങ്ങൾ പറഞ്ഞു കൊടുക്കണം, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കണം,
അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായ സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കണം. അവരുടെ കണ്ണുകളെ അവർ താഴ്ത്തണം, അവരുടെ ഗുഹ്യാവയവങ്ങൾ അവർ സൂക്ഷിക്കണം, അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങളെ സാധാരണഗതിയിൽ പ്രത്യക്ഷപ്പെടുന്ന മുങ്കയും മുഖവുമല്ല